ധാരാളം സസ്യവൃക്ഷലതാദികൾ നിറഞ്ഞ CMS കോളേജ് ക്യാമ്പസിൽ ആദ്യമായി എത്തുന്ന ആരെയും ആകർഷിക്കുന്നതാണ് ഉദ്യാനത്തിലെമ്പാടും പാറിപ്പറന്നു നടക്കുന്ന എണ്ണിയാൽ തീരാത്ത ചിത്രശലഭങ്ങൾ. പൂക്കളിലും ചെടികളിലും മരങ്ങളിലും എല്ലാമുണ്ട് നൂറുനൂറ് ചിത്രശലഭങ്ങൾ. നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ജൈവവൈവിധ്യ സമ്പുഷ്ടമായ ഈ ക്യാമ്പസിലെ അനുയോജ്യമായ ആവാസ വ്യവസ്ഥയാണ് ഇത്രയേറെ ചിത്രശലഭങ്ങൾ ഇവിടെ കാണപ്പെടാൻ കാരണം. ബട്ടർഫ്ലൈസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടതായ ഹോസ്റ്റ് പ്ലാന്റുകളും നെക്ടാർ പ്ലാന്റുകളും നമ്മൾ ക്യാമ്പസിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് തന്നെയാണ്. കുട്ടികൾ ഈ പൂമ്പാറ്റകളെ കാണുന്നതിലൂടെയും അതിലൂടെ പ്രകൃതിയോട് അവർക്കൊരു അഡിക്ഷൻ, സത്യത്തിൽ അവർ സ്പീഷീസിനെ മനസ്സിലാക്കുകയും പ്ലാന്റ്സിനെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യത്തക്ക ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന എല്ലാ ഇനം ചിത്രശലഭങ്ങളെയും ഇവിടെ കാണാം. ഗരുഡശലഭം, ബുദ്ധമയൂരി, വിറകുവെട്ടി, വരയൻകടുവ, നാരകശലഭം, അരളിശലഭം, നീലക്കടുവ തുടങ്ങിയവയൊക്കെയുണ്ട് ഈ കൂട്ടത്തിൽ. ശ്രദ്ധിച്ചു നോക്കിയാൽ നിലത്ത് പുല്ലുകൾക്കിടയിൽ കുഞ്ഞന്മാരായ ചിത്രശലഭങ്ങളെയും കാണാം. 56 ഇനം ചിത്രശലഭങ്ങളെ വരെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പസിൽ പല സമയങ്ങളിലായിട്ട് നമുക്ക് 56ഓളം സ്പീഷീസുകൾ ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബുദ്ധമയൂരി പോലെയൊക്കെ ഉള്ളതായ എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വെരി റെയർ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് അത്തരം അത് കുറേ കൂടെ നമുക്ക് ക്യാമ്പസിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നഗരവൽക്കരണവും വനനശീകരണവും മൂലം പ്രകൃതിയിലെ ചിത്രശലഭങ്ങളുടെ വാസസ്ഥലങ്ങൾ അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരമെന്ന നിലയിലും വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹവും ജൈവവൈവിധ്യ ബോധവും വളർത്തുന്നതിനുമാണ് CMS കോളേജിൽ ശലഭോദ്യാനം നിർമ്മിച്ചത്. ക്യാമ്പസിലുള്ള ചിത്രശലഭങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും കുറിച്ച് സസ്യശാസ്ത്ര ജന്തുശാസ്ത്ര വകുപ്പുകൾ ഡിജിറ്റൽ രേഖയും ഫോട്ടോ ലൈബ്രറിയും തയ്യാറാക്കിയിട്ടുമുണ്ട്. സസ്യ ജന്തുശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും ഗവേഷണത്തിനുമുള്ള സാഹചര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ് ഇതിലൂടെ. അമൃത ന്യൂസ്, കോട്ടയം.